ദിസ് ഈസ് ഓൾ അബൌട്ട് അഞ്ജുസ് ബ്രൈഡ് ടു ബി. അങ്ങനെ നോക്കിയിരുന്നു നമ്മുടെ അഞ്ജുവിൻ്റെ ബ്രൈഡ് ടു ബി ഇങ്ങെത്തിയെന്ന് വേണേൽ പറയാം. എന്ത് ചെയ്യാൻ, സമയം പോകുന്ന പോക്കല്ലേ. അപ്പം എന്താ പറയുക, എല്ലാവരും എടുത്ത് പറയണം. അതായത് എല്ലാവരും ഇതിനു വേണ്ടി ഇതിൻ്റെ പുറകിൽ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് അങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും തീരുമില്ല. എന്തിരുന്നാലും ടൈമിങ് എടുത്തായി നമുക്ക് അഞ്ജുവിൻ്റെ എൻട്രി കാണണ്ടേ. അപ്പം അത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം അഞ്ജുവിൻ്റെ എൻട്രിയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഗൈസ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും പറയാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അഞ്ച് ഡ്രസ്സൊക്കെ മാറി വന്നു, ബുക്കൊക്കെ കൊടുത്തു. നമ്മളിങ്ങനെ കേക്ക് മുറിക്കാൻ പോവുകയാണ്. കേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേക്ക് കട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതും കൂടി ഞാൻ ആഡ് ചെയ്തേനെ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിതെല്ലാം ക്യാപ്ചർ ചെയ്യാൻ ഇഷ്ടം. ഞാനിത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര റെയറാണ്. ഈ വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ആൾക്കാരുടെ അടുത്ത എഫേർട്ടിൻ്റെ കാര്യം. 40 പേർക്കും വ്യത്യസ്ത കഴിവായതുകൊണ്ട് നമ്മൾ എന്ത് പരിപാടി ചെയ്താലും ആ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും. എന്നെ സംബന്ധിച്ച് എന്നോട് പറഞ്ഞത് ബൊക്കെ ഉണ്ടാക്കാനായിരുന്നു. ബാക്കിയുള്ള കാര്യത്തിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഞാൻ ക്ലാസ്സിൽ അങ്ങനെ എത്ര വലിയ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ പാതിമുക്കാൽ കാര്യം അറിയാറില്ല ക്ലാസ്. പക്ഷേ ഇറ്റ് വാസ് റിയലി നൈസ്. എനിക്ക് പറയാൻ വാക്കുകളില്ല എന്ന് വേണേൽ പറയാം. പിന്നെയുള്ള സർപ്രൈസ് എന്ന് പറയുന്നത് അഭിരാജിൻ്റെ ഗിഫ്റ്റാണ്. ലൈക്ക് അത് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അഭിരാജിൻ്റെ വക അഭിരാജ് കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ദേ ആർ ലൈക്ക് അമ്മ മോൻ, ആ ഒരു വൈബാണ് അവർ. അഭിരാജിൻ്റെ ഒരു എക്സ്പ്രഷൻ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്നിരുന്നാലും ഈ ഒരു എന്താ പറയുക, ഈ ഒരു അറ്റാച്ച്മെൻറ്റ് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് തോന്നിപ്പോയൊരു മൊമെൻ്റായിരുന്നു എനിക്ക്. പിന്നെ നമ്മളെല്ലാവരും ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ അഞ്ജു എന്തിനീ കരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ കുറച്ച് പേര് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളിച്ചപ്പം ഓക്കെ ഇതൊക്കെ എനിക്ക് വേണ്ടി എന്നുള്ളൊരു തോട്ട് ഓഫ് മൈൻഡിലായിരുന്നു അവൾ. ഓൾ നല്ലൊരു അടിപൊളി പരിപാടിയായിരുന്നു. എന്തായാലും 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർക്കാൻ സ്പെഷ്യലായിട്ട് ഉണ്ടെങ്കിൽ ആ ഒരു കൂട്ടത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അഞ്ജുവിൻ്റെ ബ്രൈഡ് ടു ബി. എന്തായാലും അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. ഇനി അഞ്ജുവിൻ്റെ റിവ്യൂ കൂടെ കേട്ടിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിരിക്കുന്നു. അപ്പം ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. അപ്പം അഞ്ജുവിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് കേട്ട് നോക്കിയാലോ. പ്രതീക്ഷിച്ചില്ല. ഇവളുമാര് 3 കൂടെ എന്നെ കള്ളത്തരം പറഞ്ഞ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഇതിലായിരുന്നു വന്നത്. ഇവിടെ വന്നിട്ടും കണ്ണാടി ഒക്കെ മനസ്സിലായില്ല. നുജയെ കണ്ടിട്ട് മനസ്സിലായില്ല. ഞാനൊരു വണ്ടി ഇരിക്കുന്നെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായില്ല. വെച്ചാൽ വേറെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കയറി. നല്ലോണം സർപ്രൈസ്. എന്റെ ജീവിതത്തിൽ ഇതുവരെ സർപ്രൈസ് ആയിട്ട് കരഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കരയുന്നത്.